നാളെ ആറ്റുകാൽ പൊങ്കാല. നിങ്ങൾക്കറിയാം, ഈ സ്ത്രീകളുടെ ശബരിമല എന്ന അറിയപ്പെടുന്ന ആറ്റുകാലിലും പരിസര പ്രദേശങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ തമ്പടിക്കും. ഇപ്പോൾ തന്നെ ആളുകൾ വന്നു കഴിഞ്ഞു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് 2:30 മണിക്കാണ് നിവേദ്യം. ക്ഷേത്ര പരിസരത്ത് നിന്ന് സ്മിത ഹരിദാസും പ്രവിത ലക്ഷ്മിയും ഗോപിക സുരേഷും നമുക്കൊപ്പം ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ അതിവിപുലമായ ഏർപ്പാടുകൾ ഇതിൻ്റെ ആറ്റുകാൽ പൊങ്കാലയുടെ കവറേജിനായി നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല ഒരുപക്ഷെ അതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ മുഴുവൻ സാധ്യതകളും കാണാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിൽ നമ്മൾ കവറേജുകൾ ഉറപ്പുവരുത്തിയിരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ദിവസം നമുക്കൊപ്പം തന്നെ തുടരുക. നാളെ രാവിലെ 6 മണി മുതൽ ആറ്റുകാൽ പൊങ്കാലയുടെ മുഴുവൻ വിവരങ്ങളുമായി നിങ്ങൾക്കൊപ്പം ചേരാൻ ഒരു സംഘത്തെ തന്നെ നമ്മൾ ആറ്റുകാലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഗോപിക സുരേഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗോപിക, ഗുഡ് മോർണിംഗ്. ഗോപിക, മനസ്സുകൊണ്ട് ആറ്റുകാലിലേക്ക് വന്നു കഴിഞ്ഞോ? പറയൂ. എസ്കേൻ, ഗുഡ് മോർണിംഗ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ആറ്റുകാലിലാണ് നമ്മൾ. ഭക്തി സാന്ദ്രമാണ് തലസ്ഥാന നഗരം. തലസ്ഥാന നഗരത്തേക്ക് ഭക്തരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയാണ് നമുക്ക് ഈ പുലർച്ചെ കാണാൻ സാധിക്കുന്നത്. കാരണം നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. 2-3 ദിവസം മുൻപേ ഇവിടെ എത്തി തങ്ങളുടേതായ സ്ഥലം തെരഞ്ഞെടുത്ത് അടുപ്പ് കൂട്ടി അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ കാത്തിരിക്കുന്ന വലിയ തരത്തിലുള്ള ഭക്തരെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈസ്റ്റ് ഫോർട്ട് ഭാഗത്താണ്. ഇവിടെ പ്രത്യേക KSRTC ബസ്സുകളും മറ്റുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്തർക്ക് ആറ്റുകാലിലേക്ക് എത്താൻ. ഈ തലസ്ഥാനത്തെ എല്ലാ വഴികളും ഇന്ന് ചെന്ന് അവസാനിക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ്. അത്രത്തോളം ഭക്തരാണ്. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തോളം ഭക്തരാണ് ആറ്റുകാൽ പൊങ്കാല ഇടാൻ എത്തിയത്. ഇത്തവണ ഞായറാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. അതുകൊണ്ട് തന്നെ ഭക്തരുടെ എണ്ണത്തിൽ വലിയൊരു വർധനവ് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ വഴിയോര കച്ചവടക്കാരെയാണ്. ഈ പൊങ്കാല കലങ്ങളും തവികളും കൊതുമ്പും ചൂട്ടും അങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തലസ്ഥാന നഗരത്തിൽ സജ്ജമാണ്, ഒരുക്കമാണ്. ഒരുക്കങ്ങൾ ഒക്കെ തന്നെ പൂർത്തിയായി എന്ന് വേണം പറയാൻ. ഈ തലസ്ഥാനത്തേക്ക് എത്തുന്ന ഭക്തർക്ക് ഈ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വളരെ ദൂരത്ത് നിന്ന് എത്തുന്ന ഭക്തരുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നാണ് ഭക്തർ തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പൊങ്കാല ഇടാനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും തലസ്ഥാന നഗരത്ത് സജ്ജമാണ്. ഈ കാണുന്ന പൊങ്കാല കലങ്ങളൊക്കെ തന്നെയും വിറ്റുപോകും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കച്ചവടക്കാരും ഉള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷം പേരാണ് എത്തിയത്. ഇത്തവണ കൂടുതൽ ഭക്തർ എത്തും. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ സസൂക്ഷ്മം വളരെ കൃത്യതയോടെയാണ് ജില്ലാ ഭരണകൂടവും മറ്റും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. അതിൽ സ്ത്രീകളുടെ ഒരു വലിയ ഉത്സവം ആയതുകൊണ്ട് കൂടുതൽ സ്ത്രീകൾ എത്തുന്നു എന്നതുകൊണ്ട് തന്നെയും വനിതാ പോലീസുകാരെയാണ് കൂടുതലായും വിന്യസിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്ന വനിതാ പോലീസുകാരുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, കനത്ത ചൂടാണ്. ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് കനത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ള സൗകര്യവും മറ്റ് സൗകര്യവും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിപുലമായ സജ്ജീകരണങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും, ഭക്ഷ്യവകുപ്പ് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആറ്റുകാൽ ഭക്തി സാന്ദ്രമാണ്. ഭക്തരുടെ ഒരു വലിയ ഒഴുക്കാണ് ഇവിടേക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഗോപിക സുരേഷ്. അല്പനിമിഷങ്ങൾക്കകം പ്രവിത ലക്ഷ്മിയും സ്മിത ഹരിദാസും ആറ്റുകാൽ പരിസരത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിവിപുലമായ കവറേജ് ആയിരിക്കും 24 ഉറപ്പുവരുത്തുക നാളെ ആറ്റുകാൽ പൊങ്കാല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്മിത ഹരിദാസ് റെഡിയായി കഴിഞ്ഞു. സ്മിത ഹരിദാസ് നമുക്കൊപ്പം ചേരുന്നു. സ്മിത, ഗുഡ് മോർണിംഗ്. ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആയിരക്കണക്കിന് സ്ത്രീകൾ ഇപ്പോൾ തന്നെ ആറ്റുകാലിലും പരിസര പ്രദേശങ്ങളിലും തമ്പടിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇവിടുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ശരിക്കും പൊങ്കാലയുടെ അന്ന് ഉണ്ടാകുന്ന അതേ തിരക്ക്, അതേപോലെയുള്ള ക്യൂ ആണ്. നമ്മൾ നടയുടെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. ക്ഷേത്ര സന്നിധിയിലെത്തി ദേവിയെ ഒന്ന് കണ്ട് ഒരൊറ്റ നോക്ക് കണ്ട് ദേവിയുടെ ദർശനം നടത്താൻ വേണ്ടി മാത്രമായി ക്യൂ നിൽക്കുന്ന ആയിരങ്ങളെ ശരിക്കും നമുക്ക് ഇവിടുന്ന് കാണാം. ആയിരങ്ങൾ എന്ന് തന്നെ പറയണം, അതിന് യാതൊരു അതിശയോക്തിയുമില്ല.
സ്ത്രീകളുടെ ശബരിമല എന്ന് ആറ്റുകാലിനെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് ഇവിടെ വരുന്നവർക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ നാളെ പൂരം നാളിലാണ് പൊങ്കാല. പക്ഷെ ഇന്ന് മകന്നാളിൽ തന്നെ സ്ത്രീകളുടെ ഒരു നീണ്ട നിര, സ്ത്രീകൾക്കൊപ്പം തന്നെ പുരുഷന്മാരുണ്ടെങ്കിലും കൂടുതലും ഇത്തവണ നമ്മൾ കണ്ട ഒരു പ്രത്യേകത ഈ ക്യൂവിലൊക്കെ തന്നെ സ്ത്രീകളെയാണ് കാണാൻ കഴിയുന്നത്. കൊച്ചുകുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, എല്ലാവരും തന്നെയുണ്ട്. ദൂരെ ദൂരെ നാടുകളിൽ നിന്ന് തന്നെ വന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുമ്പേ തന്നെ വന്ന് ഇവിടെ താമസിച്ച് ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെ നാമജപങ്ങളുമായി നടക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളെ നമ്മൾ കണ്ടു. പല പല ജില്ലകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കേരളത്തിന് പുറത്തു നിന്ന് ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്ത് പല വിദേശ രാജ്യങ്ങളിലായി ഉള്ളവരൊക്കെ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമായി എത്തിയ ഒരുപാട് ഭക്തരെ നമ്മളിവിടെ കണ്ടു. നാമജപങ്ങളാണ്, നാമജപങ്ങൾ മാത്രമാണ്. പൊങ്കാലയ്ക്ക് അന്ന് വന്ന് നാളെ പൊങ്കാല ഇടുന്നത് വരെ ഇവിടെ നിന്ന് രാവിലെ മുതൽ രാത്രി 12 മണിക്കുള്ള ദീപാരാധന വരെ ദേവിയെ ദർശിച്ച് പോകാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. നാമജപങ്ങൾ ഉയർന്നുയർന്ന് കേൾക്കുന്നുണ്ട്. മറ്റൊരു ചിന്തയുമില്ല. ദേവിയെ കുറിച്ച് മാത്രം ചിന്തിച്ച് എത്രയെത്രയോ ദൂരങ്ങളിൽ നിന്ന് വ്രതമെടുത്ത് പൊങ്കാലയിടാൻ വേണ്ടി വന്നിരിക്കുന്ന ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാം. വലിയ ചൂടാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഈ പ്രഭാതത്തിൽ അത്ര ചൂട് നമുക്കിപ്പോ അനുഭവപ്പെടുന്നില്ല. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി താപനില ഉയരാനുള്ള സാധ്യത പറയുന്നു. നല്ല ചൂടുണ്ട്. പക്ഷെ ഈ ചൂടൊന്നും ഇവരുടെ ഒരു ദേവീ ദർശനത്തിനുള്ള അവരുടെ ഒരു ഉന്മേഷത്തിനോ ഊർജ്ജത്തിനോ ഒന്നും ഒരു കുറവുമില്ല. നാമജപങ്ങളോടെ ആയിരം ഭക്തജനങ്ങൾ ദേവീ ക്ഷേത്ര സന്നിധിയിലെത്തി ദേവിയെ ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ആറ്റുകാലിൽ നിന്ന് നമുക്ക് പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. ഓക്കെ, താങ്ക് യു പ്രവിത ലക്ഷ്മി. ഇപ്പോൾ തന്നെ ആറ്റുകാൽ ക്ഷേത്ര പരിസരം ജനനിബിഡമായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പ്രവിത ലക്ഷ്മി കൂടി ആറ്റുകാൽ പരിസരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ജനങ്ങളുടെ ശബരിമലയിൽ നല്ല ആൾക്കൂട്ടം ഉണ്ടല്ലോ പ്രവിത ലക്ഷ്മി, എന്തൊക്കെയാണ് വിവരങ്ങൾ? എനിക്ക് തോന്നുന്നു ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും എത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇന്നലെ രാത്രിയിൽ തന്നെ ഈ ഒഴുക്ക് തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി നല്ല ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് ഇപ്പോൾ 8ാമത്തെ ദിവസമാണ്. 9ാം ദിവസമാണ് പൊങ്കാല നടത്തുന്നത്. ഈ 8ാം ദിവസം എത്രത്തോളം തിരക്കുണ്ടെന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ നിറച്ച് സ്ത്രീകളാണ്. അങ്ങിങ്ങൊക്കെ പുരുഷന്മാരെ കാണാനുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ വഴിയോര കച്ചവടമൊക്കെ നല്ല തകൃതിയായി പൊടി പൊടിക്കുന്നുണ്ട്. ആളുകൾ ഇവിടെ എത്തി കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും നാളെ പൊങ്കാല അർപ്പിക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും ഒപ്പം തന്നെ ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപ് ദേവീ ദർശനം നടത്തണം എന്നുള്ളതാണ് അതിന്റെ ഒരു ചിട്ട. അതുകൊണ്ട് ദേവീ ദർശനത്തിന് എത്തുന്നവർ ദേവിക്ക് കാണിക്കയെ അർപ്പിക്കാനും നിരവധി സാധനങ്ങൾ വാങ്ങാനുമൊക്കെയായി ഇവിടെ ഇങ്ങനെ ആൾത്തിരക്കാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഈ വഴിയോര കച്ചവടക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്പം മുൻപ് സ്മിത സൂചിപ്പിച്ചതുപോലെ നല്ല ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ അലേർട്ടൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ചൂട് കനക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെള്ളം, നാരങ്ങാ വെള്ളം, ഒപ്പം തന്നെ അങ്ങനെ ശീതളപാനീയങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഇവിടെ നിരവധിയുണ്ട്. ഇത്തരം കടകൾക്കൊക്കെ ലൈസൻസ് വേണം എന്നുള്ളത് മുൻപ് തന്നെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവർക്കായി പ്രത്യേക ലൈസൻസ് നൽകുന്നുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആർക്കും തന്നെ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒപ്പം തന്നെ ഈ ലൈസൻസ് ഇപ്പോൾ മുൻപ് കച്ചവടം നടത്താത്തവർ, ഇതിനുവേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേക ലൈസൻസ് നൽകുന്നുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആ ലൈസൻസ് ഇല്ലാത്തവർക്ക് ആർക്കും ഇവിടെ വിൽപ്പന നടത്താൻ സാധിക്കില്ല. ഇപ്പം അങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് ജില്ലാതല ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് സ്ത്രീകളാണ് ഈ പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്ര പരിസരത്തേക്ക് മാത്രം എത്തുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ, അതായത് ഈ ക്ഷേത്രത്തോട് അടുത്ത് നിൽക്കുന്ന ഈ മേഖലയിലെല്ലാം കർശനമായ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. ഒപ്പം വിവിധ ടീമുകളായി ഈ മെഡിക്കൽ ടീമൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉണ്ട്. ഒപ്പം നഗരപരിധിയിലെ 16 അർബൻ ഹെൽത്ത് സെന്ററുകൾ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുന്ന ഫീൽഡ് ഹോസ്പിറ്റലുകളായി പ്രവർത്തിക്കും. ഒപ്പം തന്നെ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ പൊങ്കാല അർപ്പിക്കാൻ വരുന്നവർ ചിലപ്പോൾ ദൃഢപ്രതിജ്ഞയൊക്കെ എടുക്കും. പൊങ്കാലയ്ക്ക് ശേഷം മാത്രമേ ജലപാനീയം കഴിക്കുകയുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെ പാടില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കാരണം അത്രയധികം ചൂട് കൂടാനുള്ള ഒരു സാഹചര്യം, ചൂട് കൂടാൻ ഇടയുള്ള സാഹചര്യത്തിൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് പറയുന്നു.
കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ തിരക്കിപ്പോൾ കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ വർഷം അധികൃതരുടെ കണക്ക് പ്രകാരം 5 ലക്ഷം പേരാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയതെങ്കിൽ ഇത്തവണ അത് അങ്ങനെ ആയിരിക്കില്ല, അതിലും കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തവണ പൊങ്കാല നടക്കുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം അവധി ആയതിനാൽ തന്നെ കൂടുതൽ പേർ എത്തിച്ചേരും എന്നാണ് കരുതുന്നത്. SKN പ്രീതലക്ഷ്മി, മുഹമ്മദ് ആനു പറയുന്നു, SKN റിപ്പോർട്ടർ അവിടെ പോയതല്ലേ, ഒരു കലം വാങ്ങി അടുപ്പി വെക്കാൻ പറയാമെന്ന് പറയുന്നു. ശ്രമിച്ചോളൂ. ഒരു പ്രീതലക്ഷ്മി, സ്മിതയും ഗോപിക സുരേഷും 2-3 കലങ്ങൾ വാങ്ങിച്ച് അടുപ്പിൽ വെക്കണമെന്നാണ് പറയുന്നത്. റൂഫാസ് ഫെർണാണ്ടസിൻ്റെ ഒരു സംശയം, പൊങ്കാല എല്ലാ വർഷവും ഉണ്ട്, ഇനി 2 ദിവസം ഈ വാർത്ത മാത്രമായിരിക്കുമോ എന്ന് പറയും. തീർച്ചയായിട്ടും അങ്ങനെയല്ല. എല്ലാ വാർത്തകളും നമ്മൾ എടുത്തു പോകും. പക്ഷേ ഏറ്റവും വലിയ ഒരു സ്ത്രീജനങ്ങളുടെ ഒരു സംഗമ സ്ഥലമാണ് ആറ്റുകാൽ എന്ന് പറയുന്നത്. ആറ്റുകാൽ ശരിക്കും അവിടെ ഇത്രയധികം സ്ത്രീകൾ വരുന്നുവെന്ന് മാത്രമല്ല, ഈ ഇത്രയും തെരുവോരങ്ങളിലെല്ലാം പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചുടുകട്ടകളും അതുപോലെയുള്ള ചൂട്ടും കൊതുമ്പും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വൈകുന്നേരം സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് തന്നെ കോർപ്പറേഷൻ അതെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കുന്ന ലോകത്തിലെ ഒരു അത്ഭുതമാണ്. നാളെ നമുക്കത് കാണാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ കാര്യത്തിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. എല്ലാ കൊല്ലവും ഇത് അടിച്ച് വൃത്തിയാക്കി നഗരം മുഴുവൻ അടിച്ച് എന്ന് വെച്ചാൽ നല്ല വൃത്തിയായ പുത്തനങ്ങാടിയിലെ ചൂലുകളൊക്കെ വാങ്ങിച്ച് അടിച്ച് വൃത്തിയാക്കി ഈ ചുടുകട്ടകളൊക്കെ തന്നെ എവിടെയോ കൊണ്ട് തള്ളി നഗരം പഴയ അവസ്ഥയിലാക്കാൻ അവർ മണിക്കൂറുകൾ മാത്രമേ എടുക്കൂ. അത് ഒരു അത്ഭുതമാണ്.